പ്രശ്നമാണ് സംഭവം. ഞാൻ ദിവസവും പോകുന്ന സമയത്ത് ഇവിടെ പണിയിൽ നിന്ന് കാണാറുണ്ട്, അവരോട് നടത്തി സംസാരിക്കാറുണ്ട്. അവർ പറഞ്ഞത് ദിവസം വീട്ടിൽ കഴിവിന് കഴിയാൻ വേണ്ട പൈസ മാത്രം ഇവിടെ നിന്ന് വാങ്ങിച്ച് ഒരു കൂലിയോ കാര്യങ്ങളോ സംസാരിക്കാതെ എത്ര പൈസ ഇതിന് വേണോ അത് മാത്രം എന്ന് പറഞ്ഞാൽ വീട്ടിലെ അന്നത്തിന് വേണ്ടിയുള്ള കാര്യം മാത്രം വാങ്ങിച്ച് ബാക്കി എല്ലാവരും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഭയങ്കരമായൊരു അധ്വാനമാണ് ഇതിൻ്റെ പുറകിൽ എടുത്തത്. കാരണം ഓരോ ദിവസവും കണ്ടിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഇനി പറഞ്ഞില്ലേ, ഒരു 1, 2, 10, 100 പേരുടെ അല്ല, ഒത്തിരി പേരുടെ മനസ്സുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി പേരുടെ അധ്വാനമുണ്ട്. പോലീസിൻ്റെ ഭാഗത്തും വളരെ വളരെ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും ബേസ് ഉള്ളത്, ഞാനാണ് അമ്മയെ ഒരു വസ്തു എന്ന് പറഞ്ഞു വിടേണ്ടി വന്നത്. അത് പോലീസിൻ്റെ ഭാഗമാണ്, നിയമത്തിൻ്റെ ഭാഗമായിട്ട് നേരത്തെ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും മാറ്റി താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം ആ വസ്തു വേറെ ആളുടെയാണെന്ന് നമുക്ക് ബോധ്യം വന്നു. വില്ലേജിൽ നിന്ന് അതിൻ്റെ ഉറപ്പ് വന്നപ്പോഴത്തേക്കും അമ്മയെ ആ ഭാഗത്ത് മാറ്റി താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതുകൊണ്ടാണ് ഞാനും എൻ്റെ ഒന്നുണ്ടായിരുന്ന സി ഉൾപ്പെടെയുള്ളവരാണ് തറക്കല്ലും അതുപോലെ തന്നെ കട്ടള വൽപ്പനും ഒക്കെ അന്ന് നമ്മളുണ്ടായിരുന്നു. വലിയ സന്തോഷം. പെട്ടെന്ന് ഇത്ര നല്ലൊരു വീട് അമ്മയ്ക്ക് സ്നേഹ വീടെന്ന് പറയുന്ന സ്വസ്ഥം എന്ന് പറയുന്നൊരവസ്ഥയിലാണ് ഇത്ര ആൾക്കാരാണ് വന്ന് കൂടിയിട്ടുള്ളത്. ഇനിയും ഒത്തിരി പേര് വൈകിട്ട് വരെ അവരുടെ ആഘോഷമാണ്. അതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായവും ഉണ്ടാവും. വളരെ സന്തോഷമുള്ള ദിവസം. താങ്ക് യു. നമ്മുടെ ഈ വീടിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ ശരിക്കും കലാകാരന്മാരിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ പാടുന്നതും നിൽക്കുന്നതുമായിട്ടുള്ള ഓരോ കലാകാരന്മാരും ഒരു പൈസ പോലും മേടിക്കാതെ പല സ്ഥലങ്ങളിൽ പോയി പ്രോഗ്രാം നടത്തിയിട്ട് എന്ന് പറഞ്ഞാൽ ബക്കറ്റ് പിരിവ് എന്ന് പറയും. അപ്പോൾ അതേപോലെ തന്നെ പിരിച്ചിട്ടാണ് ഇങ്ങനൊരു വീട് വെച്ചത്. പിന്നെ കൂടാതെ ഒരു 5 കട്ട തൊട്ട് 100 കട്ട 200 കട്ടയും തന്ന ആൾക്കാരുണ്ട്. ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ കൊടുത്തിട്ട് ഉള്ള രീതിയിലല്ല ഈ ഒരു വീട് വെച്ചിരിക്കുന്നത്. ഇത് ഓരോ ആൾക്കാരുടെയും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കഴിവനുസരിച്ചുള്ള സഹായം കൊണ്ടാണ് ഈ ഒരു വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഒരു വീട് പോലല്ല ഇത് കാണുന്നത്. അപ്പോൾ എല്ലാവരുടെയും മനസ്സും സന്തോഷവും ഉണ്ട് ഇതിനകത്ത്. അതാണ് തുടക്കം തൊട്ട് ഇന്ന് വരെയും നമ്മൾ ഇതിനകത്ത് നിന്നത്. ഏറ്റവും ആദ്യം തൊട്ട് ഇന്ന് വരെ നമുക്ക് നിൽക്കാനൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ ഈ ഓരോ സഹായിച്ച ഇത്രയും വ്യക്തികളെ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. എല്ലാവർക്കും ഒത്തിരി നന്ദി. നിൽക്കാതെ അമ്മയ്ക്ക് ശരിക്കും ഒരു പിറക്കാതെ പോയ മകനാണ് സുജിത്ത്. അദ്ദേഹം ചെയ്ത് അദ്ദേഹത്തിന് വീടില്ല എന്നാണ് ഇപ്പം മനസ്സിലാക്കിയത്. അപ്പം തനിക്ക് വീടില്ലാതിരിക്കുമ്പോൾ മറ്റൊരു അമ്മയ്ക്ക് വേണ്ടി ആ ഒരു കാര്യം ചെയ്തത് ശരിക്കും അദ്ദേഹത്തെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. എന്തായാലും 50 രൂപയും കൊണ്ടേ ഇത്രയും വലിയൊരു കാര്യം സാധിക്കാൻ പറ്റില്ല. നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനം ഈ സുജിത്തിന്റെ ഒരു ധൈര്യമാണ് കേട്ടോ. കാരണം സുജിത്തിന്റെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമാണ്. നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മൾ 50 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ കൊടുത്തിട്ട് പോകും. പക്ഷേ സുജിത്ത് 50 രൂപ കൊണ്ടൊരു വലിയ വീടെന്നൊരു സ്വപ്നം ഉണ്ടാക്കുകയും അതിലേക്ക് യാത്ര ചെയ്യുകയും അത് സാക്ഷാത്കരിക്കുകയും ചെയ്തു എന്നുള്ളത് എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല. ഈ 50 രൂപ കൊണ്ട് സുജിത്തിന്റെ ഭാവി മാറിയതായിട്ട് തോന്നുന്നുണ്ടോ? സുജിത്തിന്റെ ഭാവി പണ്ട് പിന്നെ ഒരു അല്ലേ സുജിത്തെ? അല്ലല്ല, മാറിയിട്ടുണ്ടല്ലോ. ആ 50 രൂപ കൊണ്ടാണ് സുജിത്തിന് ബാബു ആന്റണിയുടെ ദൈവം രൂപം മൂലം മാറ്റി കൊടുത്തത്. അല്ല, ഞങ്ങൾ കാണുന്ന സുജിത്ത് ഇത് എങ്ങനെയല്ലായിരുന്നു. ഈ 50 രൂപ കിട്ടി അമ്മണിയമ്മയുടെ വീട് തുടങ്ങിയതിനു ശേഷം. അല്ല, ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് വീട് കൊടുത്തതുകൊണ്ടല്ലോ പുറലോ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കലാകാരന്മാർക്ക് ഒരു അമ്മയ്ക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി അപ്പം അതായത് ഈ കലാപരിപാടികൾ നടത്തി അതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഇത്തരം വീട് വെച്ച് കൊടുക്കലിന് ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുകയും കൊട്ടാരക്കര നഗരസഭയുടെ ഗ്രൗണ്ട് ഫ്രീ ആയിട്ട് വിട്ടു നൽകി ഞങ്ങൾ ഉൾപ്പെടെ കൗൺസിലർമാർ അടക്കം ബക്കറ്റുമായി പല ആളുകളുടെയും ഇടയിൽ നിന്നും. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ശരിക്കും നമ്മൾ പറഞ്ഞില്ലേ 1 ലക്ഷം 50,000 ഒന്നും കൊടുക്കുന്നതല്ല. ഇദ്ദേഹം സഹിതം ബക്കറ്റുമായിട്ട് ഓരോ കടകളിലും ഇറങ്ങിയിട്ട് 10 രൂപയെങ്കിൽ 10 രൂപ, 50 50, 100 എന്നുള്ള രീതിയിൽ കൊട്ടാരക്കര മൊത്തവും പിരിച്ചു. അതേപോലെ പല സ്ഥലങ്ങളിലും പോയിട്ട് പല ആൾക്കാരും പിരിച്ചാണ് ഈ വീട് വെച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ സന്തോഷം അതാണ്. കാരണം ഒരാളല്ല, ഈ പറഞ്ഞ വ്യക്തികളെല്ലാം ഇവരെ പോലുള്ള വലിയ വ്യക്തികൾ ബക്കറ്റുമായിട്ട് ഇറങ്ങിയതാണ് ഈ ഒരു വീടിന്റെ ഒരു സംഭവം ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ. അതൊരു വലിയ കാര്യം തന്നെ. അത് ഒരുപാട് സന്തോഷം. ഷാജി സാറിനെ ഞാൻ കാണാൻ പോയപ്പോൾ സാറ് അമ്മണിയമ്മയ്ക്ക് ഒരു വീട് വെക്കണം, അങ്ങനെ സാറ് വന്ന് ചെയ്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ സാറ് കൂടെ അതുപോലെ ഇത്രയും പേരെ കണ്ടു. ഒരു കലാകാരന്മാരും ഒരു രൂപ മേടിച്ചിട്ടില്ല. അവര് രാവിലെ തൊട്ട് വൈകുന്നവരെ പാടി അല്ലെങ്കിൽ മിമിക്രി ചെയ്ത്. ഇതാണ് സംഭവം. ഞാനല്ലേ ഈ കൂടുതലുള്ള കലാകാരന്മാർ പ്രത്യേകിച്ച് ഇവിടെ ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ള വസ്തുവിൽ അവർക്ക് ലഭ്യമായ വസ്തുവാണ്. അതിൽ 2 വീട് ഗവൺമെൻറ് ഈ ഫോട്ടിൽ തന്നെയുണ്ട്. 3ാമത് സുജിത്ത് നേതൃത്വം കൊടുക്കേണ്ടതാണ്. നല്ല എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടാണ് ഈ വീട് പൂർത്തീകരിച്ചത്. സ്വാഭാവികമായി ഇതിൻ്റെ തുറക്കൽ മുതൽ ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പലവിധ കാര്യങ്ങളിൽ ബന്ധപ്പെടുകയും സുജിത്തിനോടൊപ്പം പൂർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അതിൽ സന്തോഷമുണ്ട്. സുജിത്തിന് എല്ലാവിധ ഭാവങ്ങളും പ്രത്യേകമായി അർപ്പിക്കാനുള്ള നേതൃത്വമാണ്. ചെറിയ ഒരു 50 രൂപയുടെ ഒരു നോട്ട് കൊണ്ട് ശരിയാണ്. വരുമ്പോൾ ഈ പറയപ്പെടുന്ന സുജിത്തിൻ്റെ ഒരു സമ്പത്തൊന്നുമില്ല. സുജിത്തിൻ്റെ കുറേ കലാകാരന്മാർക്കുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മ ടൗണിൽ തന്നെ വലിയ പ്രോഗ്രാമെല്ലാം ചെയ്ത് അതിൽ നിന്ന് ലഭ്യമായ തുക, പിന്നെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ വിവിധങ്ങളായ ആളുകൾ സ്പോൺസർ ചെയ്താണ്.
സുജിത്തിൻ്റെ കൈവശം ഒന്നുമില്ലെങ്കിലും സുജിത്തിനെ സഹായിക്കാൻ പല ഭാഗത്തുനിന്ന് ആൾ വന്നു. വലിയ ചലച്ചിത്രം മാത്രമല്ല, മലകളുടെ രാജാവ് എന്ന് പറയുന്ന ജിതേഷ് അടക്കമുള്ള പ്രമുഖർ ഇതുമായി ബന്ധപ്പെട്ട വിവിധ ഘട്ടങ്ങളിലെ ചടങ്ങുകളിൽ അവരെല്ലാം സന്നിധരായിരുന്നു. അവരുടെ എല്ലാം കൂട്ടായ്മയുടെ ഫലമാണ് ഇന്ന് ഈ സ്വപ്ന പദ്ധതി ബഹുമാന മന്ത്രി അല്ലെങ്കിൽ പദ്ധതിയും കൊടുത്ത്